ഇനി ഉയരം നോക്കുക, ആണും പെണ്ണും തുല്യ ഉയര ആണോ? ആണും പെണ്ണും തുല്യ ഉയര? എന്താ നിങ്ങളൊന്നും പറയാത്തത്? ആണെന്ന് അല്ലാന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കണത്? നോക്കിയിട്ടില്ലാന്നോ? ഓ, വല്ലാത്ത ഉത്തരായി. എന്നാ ഉയരം ശാസ്ത്രം പറയുന്ന എത്രയാണ്? 69 ഇഞ്ചാണ് പുരുഷന്റെ ശരാശരി ഉയരം. പെണ്ണിൻ്റെത് 64 ഇഞ്ചാണ്. തൂക്കം 154 പൗണ്ട് പുരുഷൻ, 128 പൗണ്ട് പെണ്ണ്. ഈ ശരീരത്തിലുള്ള രക്തം, അതാണും പെണ്ണും ഒരുമാതിരിയാ. ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 20% ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ ശരീരത്തിലുള്ള രക്തത്തെക്കാളും അളവ് കൂടുതലുണ്ട്. ഇനി നിങ്ങൾ പറ, ആണിനും പെണ്ണിനും തുല്യ നിയമമാക്കാൻ പറ്റൂ? എങ്ങനെ പറ്റും? എങ്ങനെ പറ്റും ആണിനും പെണ്ണിനും തുല്യ നിയമം? നിങ്ങൾ ഏത് സാഹസിക ജോലി എടുത്തോളൂ, അതിലൊക്കെ ഇന്നും ആണുങ്ങൾ തന്നെയല്ലേ കൂടുതൽ. ഈ വേണ്ട, അതിന്റെ അർത്ഥം ഈ പെണ്ണൊന്നിനും കൊള്ളാത്തവരാണ്, അതിന്റെ ഒറ്റ മോശമാണെന്ന് അർത്ഥമല്ല. ഓൽക്ക് ചെയ്യണമെന്നും എനിക്കും ഇങ്ങൊക്കെ ചെയ്യാൻ തന്നെ കഴിയൂല. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ LKG ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങളെയും പറ്റുമോ? തിബിയാനിലെ കുട്ടികളെ പഠിപ്പിക്കണൊക്കെ പെണ്ണുങ്ങളാ. എന്താ അവിടെ ഒരു മൂല്യരെ കൊണ്ടുവരുത്താൻ? 3 വയസ്സായ കുട്ടികളുണ്ടാകുക, ഓലൊന്ന് പഠിപ്പിക്കാൻ പോയി നോക്കൊണ്ടിങ്ങൾ. മോൻ എങ്ങോട്ട് നോക്കിയാണോ ഓൻ അങ്ങോട്ട് നോക്കൂ. അപ്പൊ തന്നെ നമ്മളെ പ്രഷർ കയറും. ഒന്നാണ് തന്നാ കാണാന്ന് പറയും. അതോടുകൂടെ നമ്മൾ പോയി, മൂപ്പര് ആ കുട്ടിയും പോയി. ഈ ക്ഷമ എന്ന് പറയുന്നത് പെണ്ണിനെ ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അയച്ചുള്ള ക്ഷമ നമ്മളെ കൊണ്ട് കഴിയോ ഒരു കുട്ടീനെ പരിപാലിക്കാൻ? രാത്രി ഏറെ വൈകിയ നമ്മളെ ഭാര്യ കിടക്കണത്, അങ്ങനെ കിടന്ന് കുട്ടിക്ക് മുലപ്പാലൊക്കെ കൊടുത്ത് സുബ്ഹാനല്ലാഹ് ആ ഭാര്യ ഇങ്ങോട്ട് കണ്ണുക്ക് ഉറക്ക് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ കുട്ടി മൂത്രമൊഴിച്ചു കരയുണ്ട്. അതിനെ വാരി പോയി എടുത്ത് കഴുകി വൃത്തിയാക്കി ഡ്രസ്സ് മാറ്റി കൊടുത്ത് വീണ്ടും കെടുത്ത് ഇറക്കും. ഒരു പൊറുതിയോട് ഒരു പെണ്ണുങ്ങളും കാട്ടിയിട്ടില്ലല്ലോ. എന്നാ വിരുന്ന് പോകാൻ നേരത്ത് ചിലപ്പോൾ നമുക്ക് പമ്പേഴ്സ് ഇടാതെ ഈ കുട്ടീനൊന്ന് പിടിച്ചാണ് ഞാനൊന്നും ഡ്രസ്സ് മാറിക്കാട്ടെ എന്ന് പറഞ്ഞു തരും. അങ്ങനെ നമ്മളിങ്ങനെ നല്ല സ്നേഹത്തോടെ മോളെ, കരളെ, കുഞ്ഞാളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മ വെച്ച് കളിക്കുമ്പോഴാവും കുട്ടി ഒരൊറ്റ സ്പ്രേ ഉണ്ടാറോ. എവിടെ കൊണ്ടേക്ക കുട്ടീനെ? നമ്മളെ സ്നേഹം എങ്ങനെ ഉണ്ട്? ഇത് പെണ്ണിനെ കഴിയൂ. നീ ഞാൻ ചോദിക്കട്ടെ, മുലയൂട്ടുക ഇത് നമുക്ക് ചെയ്യാൻ കഴിയോ? പെണ്ണിനല്ലേ കഴിയൂ. എന്താ ഇതൊന്നും മനുഷ്യന്മാര് ചിന്തിക്കാത്തത്? ഓരോന്നിനും അല്ലാഹു തആല ഓരോന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പൊ പെണ്ണിന് കഴിയണ ഒരു കാര്യം ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടെങ്കിൽ എന്തായത്, ആണ് പെണ്ണായി ശസ്ത്രക്രിയ. അത് അവയവങ്ങൾ ചിലത് മുറിച്ചു മാറ്റാൻ കഴിയുന്നല്ലാതെ ആണ് പെണ്ണാകുമോ? എവിടെ ആണ് പെണ്ണായത്? എന്നിട്ട് എന്ത് ചെയ്തറിയോ? ഒരു പെണ്ണ് ആണിന്റെ മാതിരി വേഷം കെട്ടി അതിനു വേണ്ടിയിട്ടുള്ള പല ശസ്ത്രക്രിയ നടത്തി. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഓള് ഗർഭിണിയായി. എന്നിട്ട് വലിയ സംഭവം ചാനലിലൊക്കെ ഓള് ഗർഭിണിയായി എന്ന്. ആദ്യമായിട്ടാണല്ലോ ഒരു പെണ്ണ് ഗർഭിണിയാണ്. ഇതൊക്കെ ചാനൽ ചർച്ചയിൽ ചർച്ച ചെയ്യാനും കുറെ സാധനങ്ങൾ. എന്നിട്ട് ഇപ്പൊ ആ പെണ്ണും മരിച്ചു, ഒക്കെ മരിച്ചില്ലേ, ആത്മഹത്യ ചെയ്തു പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ കഷ്ടപ്പാട്. അല്ലെങ്കിൽ ഇപ്പൊ പ്രസവിക്കാൻ പെണ്ണാകണം, പിന്നെ കല്യാണം കഴിക്കണം എന്നില്ല. ബീജബാങ്ക് ഉണ്ട് ഇപ്പോ. ബീജബാങ്ക് ഇപ്പൊ ലെസ്ബിയൻ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭരണകൂടങ്ങൾ വരെ. ലെസ്ബിയൻ വിവാഹങ്ങളെ, ആദില നൂറകളെ നിങ്ങൾ കണ്ടില്ലേ? എന്താണ് അവർ പൊതുസമൂഹത്തിന് നൽകുന്ന മെസ്സേജ്? എന്താണ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം? അവർക്ക് പ്രത്യേകം സംവരണം വരെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര വലിയ ക്രൂരമായ ഒരു മെസ്സേജാണ് അവർ ഈ സമൂഹത്തിന് നൽകുന്നത്. ഇനി അവർക്ക് എങ്ങനെ മക്കളുണ്ടാകാൻ പണിയൊന്നുമില്ല. അതിന് ബീജബാങ്ക് മതി. ഏതെങ്കിലും ഒരുത്തന്റെ ബീജം കൊണ്ടുവന്ന് ഇവളിൽ കുത്തിവെച്ചാൽ അവളിൽ മക്കളുണ്ടാകും, അതിലൊന്നും സംശയമില്ല. പക്ഷെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, വിവാഹം എന്ന് പറയുന്നത് മക്കളെ ഉണ്ടാക്കാൻ മാത്രമല്ല. പുതിയ സമൂഹം വായിച്ചത് അങ്ങനെയാണ്. പുതിയ സമൂഹം വിവാഹത്തെ കുറിച്ചുള്ള സങ്കല്പവും അതാണ്.
അവര് വാഴിക്കട്ടെ സൂറത്തുർ റൂമിലെ 21-ാം വചനം. വിവാഹം എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ആ വചനത്തിൽ കാണാം. അതിൽ എന്താ അല്ലാഹു പറയുന്നത് അറിയോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ. സഹോദരിമാരെ, വിവാഹിതരാകാത്ത യുവതി യുവാക്കളെ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്ക്. എന്തിനാ വിവാഹം? സന്താനോത്പാദനത്തിനല്ല, കാമപൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല. കാമപൂർത്തീകരണത്തിന് ഇവിടെ എന്തെല്ലാം വഴികളുണ്ട്. വഴിവിട്ട മാർഗം സ്വീകരിച്ചാലും കാമപൂർത്തീകരണം നടക്കും. ദേശയ്ക്ക് പണമാണ് വേണ്ടത്, കാമുകിക്ക് കാമം തീർക്കലാണ് ആവശ്യമുള്ളത്. അതിനൊക്കെയാണ് അവരാഗ്രഹിക്കുന്നത്. എന്നാൽ ഇസ്ലാമിലെ വിവാഹം എന്തിനാണ് എന്ന ചോദ്യം സൂറത്തുർ റൂമിലെ 21-ാം വചനം മറുപടി പറയുന്നു. ലിതസ്കുനൂ ഇലൈഹ, ശാന്തി തേടി ചൊല്ലാനുള്ള ഘട്ടമാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നോക്കൂ നിങ്ങൾ, എന്താ ഈ ശാന്തി തേടി ചെല്ലാനുള്ള ഘട്ടം? അതാ നമ്മുടെ ഭാര്യ, അതാ നമ്മുടെ ഭാര്യ. ശാന്തി തേടി ചെല്ലാനുള്ളത്. ഇപ്പൊ ഗൾഫിൽ നല്ല ചൂടാ. ആ ചൂട് സഹിച്ചിട്ട് ജോലിയെടുത്ത് ഒരുപാട് മണിക്കൂർ ജോലിയെടുത്ത് അങ്ങനെ റൂമിൽ വന്ന്, ശീതീകരിച്ച എയർ കണ്ടീഷൻ ഉള്ള റൂമാ, ആ റൂമിൽ വന്ന് അങ്ങനെ റൂമിൽ വന്ന് ശരീരം തണുക്കും. പക്ഷേ ചൂട് പിടിച്ച പുരുഷന്റെ മനസ്സ് തണുപ്പിക്കാൻ ശീതീകരിച്ച റൂമിലെ തണുപ്പ് കൊണ്ടാവില്ല. ആ മനസ്സ് തണുക്കൽ എപ്പോഴാണെന്നറിയോ? വീട്ടിലുള്ള ഭാര്യയെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോഴാണ്. വീട്ടിലുള്ള ഭാര്യയെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ്. ചൂട് പിടിച്ച മനസ്സിനെ തണുപ്പിക്കാൻ വിവാഹ ജീവിതത്തിലൂടെയുള്ള സഹധർമ്മിണിക്ക് കഴിയൂ. അതുകൊണ്ടാണ് വിവാഹിതർ മനസ്സംതൃപ്തിയുള്ളവരാണെന്ന് NC ഗ്ലിന്നിന്റെ പഠനവും വിളിച്ചു പറഞ്ഞത്. അതൊക്കെ വിശാലമായി പറയേണ്ടതാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആണും പെണ്ണും തുല്യമല്ല എന്ന് കൃത്യമായി ശാസ്ത്രം പറഞ്ഞു. മതനിയമത്തിലും അങ്ങനെയാണ്. ആ നിയമം വ്യത്യാസമുണ്ടായത് കൊണ്ടാണ് പെണ്ണേകി മറ. നിങ്ങളെ കൈകാലുകളിൽ ആഭരണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ സംസാരിക്കുന്ന എന്നിലോ ഈ സദസ്സിലിരിക്കുന്ന ഈ പുരുഷന്മാരുടെ കൈകാലുകളിലോ ഒരാഭരണവും ഇല്ല. വെള്ളിമോതിരം ഞങ്ങൾക്ക് ധരിക്കാം, അതേ സമയത്ത് സ്വർണം നിഷിദ്ധമാണ്. പെണ്ണിന് സ്വർണം ഹലാലാണ്. നിയമം അങ്ങനെയാ. പട്ടുവസ്ത്രം അത് പെണ്ണിന് ഹലാലാണ്, പുരുഷന് ഹറാമാണ്. ഞങ്ങൾ ഇന്ന് വരെ ഒരു സമരം ചെയ്തിട്ടുണ്ടോ? സ്വർണം ധരിക്കാൻ ഞങ്ങൾക്കും വേണം അവകാശമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് അല്ലാഹു പെണ്ണുങ്ങൾക്ക് അനുവദിച്ച കാര്യമാണ്. ഇനി പെണ്ണിന്റെ ഔറത്താകട്ടെ, അത് ആണിന്റെ ഔറത്ത് പോലെയല്ല. ഒരു പുരുഷന്റെ ഔറത്ത് എത്രയാണ്? അവൻ നിസ്കരിക്കുകയാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അവന്റെ നഗ്നതാഭാഗം എന്ന് പറയുന്നത് അത് മൊട്ടുപൊക്കിലിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. പുരുഷൻ അത്രയും മറച്ചാൽ അവന്റെ ഔറത്ത് മറച്ചവനായി തീർന്നു. എന്നാൽ ഒരു പെണ്ണിന്റെ ഔറത്ത് എന്താണ്? അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്. ഒരു അന്യ പുരുഷന്റെ മുന്നിൽ പെണ്ണേ നീ ഔറത്താണ്, നീ ശരീരം മറക്കേണ്ടവളാണ്. അനിവാര്യമായ കാര്യത്തിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ നീ ശരീരം മറച്ചവളായി വെളിയിലേക്ക് പോകണം. അതാണ് അള്ളാന്റെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നീ കൈതണ്ട മറക്കാതെ പോകല്ല പെങ്ങളെ, നീ തല മറക്കാതെ പോകല്ല പെങ്ങളെ. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ വണ്ണങ്ങൾ എടുത്ത് ഫിറ്റായി വിനകത്ത് എടുത്തു കാണിക്കുന്ന ഫിറ്റായ വസ്ത്രം ധരിച്ചിട്ട് പോകല്ല പെങ്ങളെ, പോകല്ല പെങ്ങളെ. അതിന് ഇസ്ലാം നിങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ല. നിങ്ങളെ മാതൃകാ വനിത ആരാണെന്നറിയുമോ? അത് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ ബീവിന്റെ പാട്ട് ഇങ്ങനെ കേട്ടോണ്ട് മാത്രമായില്ല. ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ പൊന്നുമോള, റസൂലുള്ളാഹിന്റെ പൊന്നുമോള, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന മുത്തുനബി ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞത്. ആ ഫാത്തിമ ബീവി പെണ്ണിന് സ്വർഗത്തിന്റെ വാസന പോലും എത്തിക്കൂല. എത്ര ദൂരത്തേക്ക് സ്വർഗവാസന അടിച്ചു വീശും പെങ്ങളെ, എത്ര ദൂരത്തേക്ക് സ്വർഗവാസന അടിച്ചു വീശും. ആ സ്വർഗത്തിന്റെ നാലയലത്ത് പോലും എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ പെണ്ണ് മാറിയതിന്റെ കാരണം എന്താ? നിസ്കാരമില്ലാത്തതല്ല പെങ്ങളെ, നോമ്പെടുക്കാത്തതല്ല, നേർച്ചയ്ക്ക് പണം നൽകാത്തതല്ല, നിങ്ങൾ സ്വതക്ക ചെയ്യാത്തതല്ല, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാത്തതിന്റെ പേരിലല്ല. നിങ്ങളെ വേഷമാണ്, നിങ്ങളെ ലൈഫിലെ നിങ്ങളെ സംസ്കാരമാണ്. അത് ഇസ്ലാമിന്റെ സംസ്കാരമാക്കണേ, അത് ഇസ്ലാമിന്റെ സംസ്കാരമാക്കണേ. തലമുടി മറക്കാതെ കാമ്പസുകളിലേക്ക് പോകുന്ന യുവതികളെ ചിന്തിക്കണേ. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം, ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം. അല്ലാഹു തആല പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും,
ഈ ഭരണാധികാരികളുടെ മനസ്സിത്ര ദുഷിച്ചു പോകാൻ കാരണം നമ്മളിങ്ങനെ ആലോചിക്കൂലേ, ഈ നെതന്യാഹു എന്നൊക്കെ പറയുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്തൊരു മനുഷ്യനായിരിക്കുമെന്ന്. കാരണം അവിടെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടത്തുന്ന മയ്യത്ത് കണ്ടിട്ട് അലിവ് തോന്നാത്തൊരു മനുഷ്യൻ. കുഞ്ഞുങ്ങളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുക, വംശഹത്യയാണ് ലക്ഷ്യം. അടുത്ത ഒരു ഭാവി തലമുറയെ ഇല്ലാതെയാക്കലാണ് ലക്ഷ്യം. അവർക്ക് വേണ്ട ആയുധം നൽകുന്നു അമേരിക്ക. യുദ്ധം തുടങ്ങിയതിന് ശേഷം 1000 ടൺ ആയുധം നൽകി എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്കാം, എങ്ങനെ കഴിയുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ള പറയുന്നുണ്ട് ഇതിന്റെ മറുപടി ഖുദ്സിയായ ഹദീസിലൂടെ. എന്താ അള്ള പറയുന്നറിയോ? എന്റെ അടിമകൾ എനിക്കെതിര് ചെയ്ത് ജീവിക്കുമ്പോ ഭരണാധികാരികളുടെ മനസ്സ് ദുഷിച്ചതാകും. അവർക്കെതിരെ നിങ്ങൾ കേടായി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ ചെയ്യേണ്ട പണി ഖുദ്സിയായ ഹദീസ് പറയുന്നത്, നിങ്ങൾ നന്മയിൽ ഉളരുക, എന്നിലേക്ക് കേരിച്ചു മടങ്ങുക. അങ്ങനെ വയ്യുമ്പോ ഞാൻ അവരുടെ മനസ്സിൽ അലിവിട്ടു കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിലേക്ക് മടങ്ങണം. മുസ്ലിങ്ങൾക്കൊരു ഇസ്സത്തുണ്ടായിരുന്നു, ഒരു പ്രതാപം ഉണ്ടായിരുന്നു. നമുക്ക് നമ്മളായിട്ടാണ് അതൊക്കെ കളഞ്ഞു കുളിച്ചത്. നമ്മളായിട്ടാണ് അതൊക്കെ കളഞ്ഞു കുളിച്ചത്. ഇന്ന് പത്രം എടുത്തു നോക്കി നിങ്ങൾ, MDM പിടിച്ചാല് എന്താ അവന്റെ പേര്? മിൻഷാറുൽ ഹഖ്, സൈഫുൽ ഇസ്ലാം, ബദറുദ്ദുജ. എന്തൊരു ചോർക്കുള്ള പേരാളാ. കഞ്ചാവ് പിടിച്ചു, പ്രതിയാരാ? ഉറങ്ങിക്കിടക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളിയായ ഒരു കുടുംബത്തിലെ ഓമന പൈതലിനെ കൊണ്ടുപോയി മൃഗത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അരുംകൊല ചെയ്ത കൊലയാളിയുടെ പേര് വായിക്ക്. ഈ സമുദായത്തിൽ നിന്നല്ലേ നാട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മദ്യവും ലഹരി മരുന്നും കാണാതിരിക്കാൻ കഴിയുമോ? എത്രയാണ്? അപ്പൊ നമ്മൾ മാറണം. റാലിയും ഐക്യദാർഢ്യ പ്രകടനങ്ങളും ദുആ സമ്മേളനങ്ങളും അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. നമ്മൾ ചെയ്യേണ്ടത് സമൂഹത്തിലുള്ള ജീർണതകൾക്കെതിരെയുള്ള സമരമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരുന്ന ഒരു തലമുറ, പ്രത്യേകിച്ച് നമ്മുടെ കൗമാര തലമുറ വിദ്യാർത്ഥികൾ, അവരിന്ന് വഴികേടിലായി പോകുന്നു അല്ലേ? ഞാൻ ഈ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളോട് പറയട്ടെ, ആൺകുട്ടികളുള്ള രക്ഷിതാക്കളോട് ചോദിക്കട്ടെ, എന്ത് ധൈര്യമാണ് എൻ്റെ നിങ്ങളൊക്കെ ഇന്ന് ആൺകുട്ടികൾ വളർന്നു വരുന്ന പരിസരത്തെക്കുറിച്ച് എന്ത് ധൈര്യം എനിക്കും നിങ്ങൾക്കുള്ളത്? അതിന് മാത്രം പരിസരം മലീമസമാണ്. മയക്കുമരുന്നിന്റെ അടിമകളായി പുതിയ തലമുറ മാറുകയാണ്. അവരെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഒരു ധർമ്മസംഘം നമ്മുടെ നാട്ടിൽ വേണം. ഞാനൊക്കെ അഭിമാനത്തോടെ പറയും, നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പരിസരത്തൊക്കെ അൽഹംദുലില്ലാഹ് പല വേദികളിലും വന്നുകൊണ്ട് ഇസ്ലാമിക നസീഹത്ത് നടത്താൻ പ്രപഞ്ച സട്ടാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ആലോചിക്കുകയാണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളിൽ നിന്ന് ഞാൻ എങ്ങനെ ഈ തലപ്പാവ് ധരിച്ച് നിങ്ങൾക്ക് മുന്നിൽ നിന്നു? ആരാണ് എനിക്കതിന് മോട്ടിവേഷൻ? എന്നെ ആ രൂപത്തിൽ വളർത്തിയ മാതാപിതാക്കളോടുള്ള കടപ്പാട് ചെറുതല്ല. എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി, അള്ളാഹു ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അതോടൊപ്പം തന്നെ എൻ്റെ നാട്ടിലുള്ള SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടാണ് ഞാനതിന് കടപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ തെരുവുകളിൽ മങ്ങിയ വെളിച്ചമുള്ളിടത്ത് പതിയിരുന്നു കൊണ്ട് വേണ്ടാവൃത്തികളിൽ കൂട്ടുകൂടേണ്ടിയിരുന്ന ഞാൻ ഹരിതധവള നീലിമത്തിവർണ്ണ പതാക കയ്യിൽ പിടിപ്പിച്ച് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി എന്നെ മാറ്റിയപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വഴിയിലേക്ക് വന്നു. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി വളരണം. നമ്മുടെ മക്കൾ നമ്മളെ ഓർത്തു ദുആ ചെയ്യുന്ന മക്കളാകണം. മരിച്ച ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണം. ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല സഹായിക്കും. പക്ഷേ അത് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തും. നമ്മൾ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി കൂട്ടമായി ദുആ ചെയ്തിട്ട് പോകാം. അവരോട് നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിൽ കൂടെ പങ്കെടുക്കാതെ ആരും പോകരുത്.
ഞാൻ അതിനു മുമ്പ് പെട്ടെന്ന് നിർത്തും, എനിക്ക് എൻ്റെ ബസ്സിന്റെ സമയമായി തുടങ്ങുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ കാര്യം ശ്രദ്ധിക്കണം. അവര് നമ്മളെ സമ്പത്താണ്, അവര് നമ്മളെ സമ്പത്തല്ലേ. അവര് നഷ്ടപ്പെട്ടാൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ? എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ മരിച്ചിട്ട് പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ നമ്മളെ ഖബറിന്റെ ചാരത്ത് അവരൊന്ന് വന്ന് നമുക്ക് സലാം പറയണ്ടേ? നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണ്ടേ? ആ ആശയമുള്ളവരായി നമ്മുടെ മക്കൾ വളരണം. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലായി മക്കൾ വളരണം. എന്തിനാണ് നമ്മൾ സുന്നികളായി തന്നെ ജീവിക്കുന്നത്? ഉമ്മമാരെ, സംശയം വേണ്ട, ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം അത് അഹ്ലുസുന്ന വൽ ജമാഅയാണ്. അതിന്റെ ചുരുക്ക പേരാണ് സുന്നി എന്ന് പറയുന്നത്. അതല്ലാത്ത ആശയങ്ങളെല്ലാം മനുഷ്യനിർമ്മിത ആശയങ്ങളാണ്. അത്തരം ആശയങ്ങളിൽ പെട്ടുപോയി നമ്മളെ ഈമാന് നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മളെ മക്കളെ ഈമാന് നഷ്ടപ്പെടുത്തരുത്. മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി സ്വതക്ക ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന മക്കളാകരുത്. മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു, ഇനി അവർക്ക് എന്ത് ചെയ്താലും കിട്ടൂല എന്ന് ചിന്തിക്കുന്നവരാകരുത്. ഓ എന്റെ ഉമ്മമാരെ, സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അരികിൽ വരികയാണ്. എന്നിട്ട് നബിയോട് പറയുന്നത്, നബിയേ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി നബിയേ. ഞാൻ എന്റെ ഉമ്മ മരിക്കുമ്പോ നാട്ടിലില്ല. ഞാൻ എന്റെ ഉമ്മ മരിക്കുമ്പോ നാട്ടിലില്ല. ഞാൻ വിദേശത്തായിരുന്നു. ഞാൻ നാട്ടിലെത്തിയപ്പോഴേക്കും ഉമ്മാന്റെ മയ്യത്ത് മറവ് ചെയ്തു കഴിഞ്ഞു. ഇനി ആ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഫലം എന്റെ ഉമ്മാക്ക് കിട്ടുമോ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താണ്? സ്വഹീഹായ ഹദീസിലുള്ളതല്ലേ? കിട്ടും സ്വഹാബാ. ആ സമയത്തല്ലേ മഹാനവറുകൾ മുത്തുനബി തങ്ങളെ സാക്ഷിയാക്കിയിട്ട് പറയുന്നത്, എന്റെ തോട്ടം എന്റെ ഉമ്മാക്ക് സ്വതക്കയാണ്. ഓ എന്റെ ഉമ്മമാരെ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് സ്വതക്ക ചെയ്താൽ അതിന്റെ കൂലി എവിടെ എത്തും? ബാപ്പ മരിച്ചുപോയൊരു സ്വഹാബി നബിയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഉപ്പ മരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ആ ഉപ്പാക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്താൽ കിട്ടുമോ എന്ന് ചോദിച്ചു. അള്ളാന്റെ റസൂല് കിട്ടുമെന്ന് മാത്രമല്ല പറഞ്ഞത്, ചെയ്യാനുള്ള അമലും കൂടെ നിർദ്ദേശിക്കുകയാണ്. നീ ഒരു കിണർ കുഴിച്ചു കൊടുത്തോ, ഒരു കിണർ കുഴിച്ചു കൊടുത്തോ. ആ കിണറ്റിൽ നിന്ന് ഒരു കിളിക്കുഞ്ഞ് വെള്ളം കുടിച്ചാലും അത് മരിച്ചുപോയ ഉപ്പാക്ക് അതിന്റെ കൂലി കിട്ടും. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കണ്ടില്ലേ നമ്മള് ബാപ്പാന്റെ മയ്യത്ത് അടക്കം ചെയ്ത് ഖബറടക്കൽ കഴിഞ്ഞ് നമ്മളൊക്കെ പോരുമ്പോ കാണുന്നൊരു കാഴ്ചയില്ലേ? എന്തിനാ നമ്മൾ ഉപ്പാന്റെ ഖബറിന്റെ ചാരത്ത് ചെടി കുഴിച്ചിടുന്നത്? മൈലാഞ്ചി ചെടി കുഴിച്ചിടാറില്ലേ? മറ്റേതെങ്കിലും ചെടികൾ കുഴിച്ചിടാറില്ലേ? എന്തിനാണത്? ഉപ്പാക്ക് തണല് കിട്ടിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടല്ല. ആര് പഠിപ്പിച്ച സംസ്കാരമാണത്? ആര് പഠിപ്പിച്ച ആചാരമാണത്? നിങ്ങൾക്ക് സ്വഹീഹായ ഹദീസിൽ കാണാം, നബി തങ്ങൾ ഖബറുകളുള്ള ഒരു സ്ഥലത്തുകൂടെ പോകുമ്പോ അള്ളാഹുവിന്റെ റസൂല് ഖബറിലുള്ളവർ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു. ഖബറിലുള്ളവർ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു. നബി തങ്ങളെ കണ്ണങ്ങനെയല്ലേ? അത് സാധാരണ കണ്ണല്ലല്ലോ. നബി സാധാരണ മനുഷ്യനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ മുന്നോട്ട് നോക്കുമ്പോ ഞാൻ പിറകിലുള്ളത് കാണുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോ നമുക്കെന്തിനാണ് സൈഡ് കണ്ണാടി? എന്തിനാണ്? പിറകിൽ നിന്ന് വരുന്ന വാഹനം കാണാനാണ്. എനിക്ക് എന്റെ സ്റ്റേജിന്റെ പിറകിലുള്ള ഉസ്താദുമാരെ തിരിഞ്ഞു നോക്കാതെ കാണാൻ കഴിയില്ല. എന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പിറകിലുള്ളവരെ കാണാൻ കഴിയില്ല. നമ്മളെ കണ്ണിന്റെ കാഴ്ച എങ്ങനെയാണ്? പക്ഷേ മുത്തുനബി തങ്ങളുടേതൊന്നും അങ്ങനെയല്ല. എല്ലാം അസാധാരണമാണ്. എല്ലാ നേരത്തെയും നോക്കി പറയാൻ കഴിയും. നിങ്ങൾ കണ്ടില്ലേ, നാളെ ബദർ യുദ്ധം നടക്കാൻ പോകുന്നേ ഉള്ളൂ. അള്ളാന്റെ റസൂല് സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തില്ലേ, അതാ മസ്റഉ ഫുലാൻ, ഇവിടെയാണ്
ഇവിടെയാണ് അബൂജഹൽ ചത്തു വീഴുന്നത്, ഇവിടെയാണ് ശൈബത്ത് മരിച്ചു വീഴുന്നത്, ഇവിടെയാണ് വലീദിന്റെ ഡെഡ് ബോഡി കിടക്കുന്നത്. യുദ്ധം നടന്നിട്ടില്ല സഹോദരാ. നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തില് ശത്രുപക്ഷത്തിരുന്നാരൊക്കെ കൊല്ലപ്പെടുമെന്ന് അള്ളാന്റെ റസൂല് പറയുന്നു എന്ന് മാത്രമല്ല, അവരെ ശരീരം അവസാനമായി കിടക്കുന്ന സ്ഥലം അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോ സ്വഹാബത്ത് അടയാളം വെച്ച് നോക്കിയില്ലേ? പിറ്റേ ദിവസം അബൂജഹൽ കിടക്കുന്നത് അവിടെ തന്നെ. ഈ നബിയെ സാധാരണക്കാരനാണെന്ന് പറയുന്ന പുത്തൻവാദിയുടെ വിശ്വാസം പേരി മരിച്ചുപോയാല് നമുക്ക് നബിയുടെ കൂടെ സ്വർഗം കിട്ടുമോ? നബി സാധാരണ മനുഷ്യനല്ല, നബി അസാധാരണ മനുഷ്യനാണ്. ആ നബിയല്ലേ കബറിൽ കിടക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് കാണുന്നത്. അള്ളാന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ പച്ചയായ ഒരു ഈത്തപ്പന മട്ടൽ കൊണ്ടുവരണം. ആ ഈത്തപ്പന മട്ടൽ സ്വഹാബത്ത് കൊണ്ടുവന്നപ്പോ നബി തങ്ങളത് 2 കഷ്ണങ്ങളാക്കി. എന്നിട്ട് ഈ കബറിന്റെ ചാരത്ത് കുഴിച്ചിട്ടു. അള്ളാന്റെ റസൂല് സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഓ നബിയേ, ഇതെന്തിനാണ് നബിയേ? ആ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താണ്? പച്ചയായ സാധനങ്ങളൊക്കെയും അള്ളാഹ്ക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ആ തസ്ബീഹിന്റെ ഗുണം കബറാളികൾക്ക് കിട്ടും. അപ്പോൾ ശിക്ഷയിൽ ഇളവുണ്ടാകും. അള്ളാന്റെ റസൂൽ ഇത് പഠിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ബാപ്പാന്റെ കബറടക്കം കഴിയുമ്പോ അവിടെ മൈലാഞ്ചി ചെടി കുഴിച്ചിടുന്നത്. അത് ഉണങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണേ. പച്ചയായ സാധനങ്ങളെ തസ്ബീഹ് കബറാളിക്ക് കിട്ടുമെങ്കിൽ ഉമ്മാ മരിച്ച് കബറ് കിടക്കുമ്പോ മോനെ SSF-കാരനാണെങ്കിൽ അവന്റെ കൂട്ടുകാരി നിങ്ങൾക്ക് വേണ്ടി ഖത്മ് തീർക്കുകയാ, അവന്റെ കൂട്ടുകാരി നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അതിന്റെ ഫലം നിങ്ങൾക്ക് കബറിൽ കിട്ടാതിരിക്കുമോ? അതല്ലേ ഇമാം നവവി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മയ്യത്തിന് ഉപകാരം ലഭിക്കും ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ, മയ്യത്തിന് സ്വതക്ക ചെയ്താൽ. ഇതെല്ലാം നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പൂർവികരെ മുറുകെ പിടിക്കണോ, അവരെ നമ്മൾ കൈവിടരുത്. മഹാനായ ഗൗസുൽ അഅ്ലമിനെ സ്മരിക്കുന്ന മാസമല്ലേ, അവിടുത്തെ സ്മരിക്കുന്ന മജ്ലിസല്ലേ. എത്ര വലിയ മഹാനാണ്. പുത്തൻവാദികൾ പറഞ്ഞത് അദ്ദേഹം ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം അംഗീകരിച്ച ആളാണ്. നഊദു ബില്ലാഹ്. സലഫികളെ വിശ്വാസം അതാണ്, മൗദൂദികളെ വിശ്വാസം അതാണ്. അതേ സമയത്ത് സുന്നികൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയൂല. അവര് കാണിക്കാത്ത കറാമത്തുകളുണ്ടോ സഹോദരങ്ങളെ? അല്ലാഹു കൊടുത്ത ആദരവല്ലേ, അല്ലാഹു കൊടുത്ത ബഹുമാനമല്ലേ? എത്ര വലിയ ആബിദാണ് ശൈഖ് ജീലാനി തങ്ങള്. ഒരു ഗാമിൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽമുതലായി 3 ആണ്ട് കാത്തോവർ. ഒറ്റക്കാലം നിന്നിട്ട് ഖത്തം തീർത്തില്ലേ? ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിലേക്ക് പ്രവേശിച്ച ഉടനെ ഖളിർ എന്നവരെ കണ്ടു. ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം ശൈഖ് ജീലാനി തങ്ങളോട് ഒരു നിബന്ധന വെച്ചു, നിങ്ങൾ ഞമ്മളേറ്റ് വണങ്ങരുത്, നിങ്ങൾ ഞമ്മളേറ്റ് വണങ്ങരുത്. അങ്ങനെ മഹാനവറുകൾ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ വരട്ടോ. ആ ഖളിർ അലൈഹിസ്സലാമിന്റെ വാക്കിനോടുള്ള അദബ് പാലിച്ചിട്ട് ശൈഖ് ജീലാനി തങ്ങൾ ഇരുന്നത് ഒരു കൊല്ലം ഇരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മൂപ്പര് വന്നിട്ട് പറഞ്ഞു, അവിടെ തന്നെ ഉണ്ടല്ലേ, കുറച്ചും കൂടി ഇരിക്കും, ഇപ്പൊ വരാൻ. പിന്നെ അടുത്ത കൊല്ല. അങ്ങനെ 3 കൊല്ലം, 25 കൊല്ലം ഇറാഖിന്റെ തെരുവുകളിലൂടെ മഹാനവറുകൾ നടന്നിട്ടുണ്ട്. ജനങ്ങള് വത്തക്ക കഴിച്ചിട്ട് അതിന്റെ തോടൊഴിവാക്കും, അത് ഭക്ഷിച്ച് വിഷപ്പടക്കിയിട്ടുണ്ട്. വെറുതെ കിട്ടിയതല്ല പവറ്. ഔലിയാക്കൾ ആരാ? ഹര വലിയ 2-3 മോതിരം, ഒരു പച്ച ഒല്ലി, ഒരു വെറ്റില മുറുക്കി തുപ്പലും. ഇതാരാ വലിയ? ഇങ്ങനെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കളുണ്ട് വാട്സപ്പിൽ. എന്നിട്ട് ഇങ്ങനെ ഓല ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, കണ്ടാ ഇങ്ങനെ തന്നെ എല്ലാ ഔലിയാക്കളും. വലി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്ത് അള്ളാഹിലേക്ക് അടുക്കുമ്പോ അള്ളാഹ് കൊടുക്കണ ഒരു ആദരവിന്റെ സ്ഥാന. ഏത് രംഗത്തും ചൂഷണല്ലേ? മൊബൈൽ ഒറിജിനലും ഡ്യൂപ്ലില്ലേ? ഏതിനാ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാത്ത? ആത്മീയ രംഗത്തും ചൂഷണുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത്ഭുതം കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരാളും വലിയ ആകൂല. അത്ഭുതം പല കാരണങ്ങളാൽ ഉണ്ടാക്കാം. ഇപ്പൊ മുതുകാട് കണ്ടില്ലെങ്കിൽ, മുതുകാട് സ്റ്റേജിൽ ആനനൊക്കെ കൊണ്ട് എന്നാ മൂപ്പരെ നേർച്ചെടുത്ത് നിർത്താമല്ലോ.
പല ജാതി പരിപാടി ഉണ്ട്. ആ വിചാര പ്രക്രിയയിലൂടെ എന്തെല്ലാം അത്ഭുതം കാണിക്കാൻ കഴിയും. ശൈത്താനെ സേവിച്ചാൽ എന്തെല്ലാം കാണിക്കാൻ കഴിയും. അത് ഒറിജിനൽ ആനല്ലല്ലോ. പക്ഷെ നമുക്കങ്ങനെ തൊടുമ്പോളം കാണിക്കുകയാണ്. അത് കൺകെട്ട് വിദ്യകളാ. ഈ ശൈത്താനെ ആവാഹിച്ചെടുത്താലോ വലിയ അത്ഭുതം കാണിക്കുക. കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല ഔലിയാക്കൾക്ക് കൊടുക്കുന്ന ഒരു ആദരവിന്റെ സ്ഥാന. അത് അല്ലാഹു തആല അവർക്ക് ഇഷ്ടപ്പെട്ടു കൊടുക്കും. അത് അല്ലാഹ് തന്നെ പറഞ്ഞതാ, എന്നെ ഇഷ്ടപ്പെട്ട് എന്റെ അടിമ എന്നിലേക്ക് എടുത്ത ഞാൻ ഓല ഇഷ്ടം വെക്കുന്നു, ഓല കണ്ണും കയ്യും കാലും കാതും ഞാനാകുന്നു. അള്ള പഠിപ്പിച്ച ഖുദ്സി ഹദീസില. ഇത് അള്ള കണ്ണാകുക. പിന്നെ നമ്മളെ കണ്ണ് പടച്ചോൻ തന്നല്ലേ, നമുക്ക് ഗുരുവായൂരപ്പൻ തന്നല്ലോ, നമുക്ക് പടച്ചോൻ തന്നെ തന്നെയാണ്. പിന്നെ ഈ അടിമയുടെ കണ്ണ് അള്ളയാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇത് അള്ളാന്റെ ഇഷ്ടപ്പെട്ട ദാസന. അപ്പൊ ഈ അടിമയുടെ കണ്ണിനുള്ള പവർ കൂടും, ദൂരത്തുള്ളതും അടുത്തുള്ളതും കാണാൻ കഴിയും. അതാ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു. അതാണ് ഖാദി മുഹമ്മദ് മുഹ്യിദ്ദീൻ മാലി പറഞ്ഞത്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. അത് അങ്ങനത്തെ കണ്ണായി. ഇനി അതേമാതിരി തന്നെ കാതാവും. ഈ ലൗഡ് സ്പീക്കറിന്റെ ശബ്ദപരിധിയിൽ ഇപ്പൊ നിങ്ങളിത് കേൾക്കുള്ളൂ. അതിന്റെ അപ്പുറത്ത് ഇപ്പോൾ ഒരാൾക്ക് കേൾക്കാൻ കഴിയില്ല. മൊയ്‌ദീൻ ശൈഖിന് അതിന്റെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതിന്റെ കാരണം ആ കാത് റബ്ബ് അങ്ങനെ കഴിവ് കൊടുത്തു, അള്ള കൊടുത്ത കഴിവ്. അപ്പൊ ദൂരത്തുള്ളത് കേൾക്കാനും കാണാനും കഴിയും. അതാണ് മുഹ്യിദ്ദീൻ മാലിയിൽ ഖാദി മുഹമ്മദ് പറഞ്ഞത്, വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് പായ്ക്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. അള്ള കൊടുക്കുന്ന ഒരു ആദരവിന്റെ സ്ഥാന. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ള കൊടുക്കുന്ന ഒരു ആദരവിന്റെ സ്ഥാന. ഔലിയാക്കള് എന്തെല്ലാം അത്ഭുതങ്ങളാ കാണിക്കുക. അതോൾക്ക് കൊടുക്കുന്ന കറാമത്താ. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത്. നിങ്ങൾ കണ്ടില്ലേ, ഈസാ നബിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഈസാ നബി പറയാണ്, ഞാൻ മണ്ണിൽ നിന്ന് പക്ഷിരൂപങ്ങൾ ഉണ്ടാക്കും അല്ലേ, മരിച്ചോരെ ജീവിപ്പിച്ചിരുന്നില്ലേ. ഇതൊക്കെ അള്ള കൊടുക്കണാണ്. അതിന്റെ അർത്ഥം വരെ ആരും പടച്ചോനാവൂല. അള്ള കൊടുക്കാത്തതൊന്നും ഓലർത്തില്ല. അള്ള കൊടുത്തതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇന്നലില്ലാഹി ഖൽഖൻ, അള്ളാഹ്ക്ക് ചില പടപ്പുകളുണ്ട്, ഖലഖഹും ലിഹവായിജിൻ നാസ്, അവരല്ല പടച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. യഫ്സഉൻ നാസു ഇലൈഹിം ഫി ഹവായിജി ഉലൈക ഹുമുൽ ആമിനൂന മിൻ അദാബില്ലാഹ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ ഈ പടപ്പുകൾ ആ പടപ്പുകളൊക്കെയുള്ള അഭയം തേടും. അല്ലാഹു തആല അവരെ സഹായിക്കാനുള്ള കഴിവ് അവർക്ക് കൊടുക്കും. അപ്പൊ നമ്മളത് ഇന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതല്ലാതെ മൊയ്‌ദീൻ ശൈഖിനെ ഒരു സുന്നിയും പടച്ചോനാക്കൂല, അങ്ങനെ ആരും ധരിക്കണ്ട. മൊയ്‌ദീൻ ശൈഖ് പടച്ചോനും അല്ല. പടച്ചോൻ നമുക്കൊരാളുള്ളൂ, അത് അള്ളയാണ്. ഈ ലോകം നിയന്ത്രിക്കണവനെ അള്ളയാണ്. പിന്നെ അള്ളാഹു പലതും പലരെ ഏൽപ്പിക്കും. അപ്പൊ അങ്ങനെ തന്നെ അല്ലേ, മലായിക്കത്തിന് ഓരോ ഡ്യൂട്ടി കേൾപ്പിച്ചിട്ടില്ലേ. നമ്മളെ റൂഹ് പിടിക്കാൻ മലായിക്കത്തുണ്ട്, ഇടിമഴ കാറ്റ് തരാൻ മലായിക്കത്തുണ്ട്, സൂറിലൂതാൻ മലായിക്കത്തുണ്ട്. അങ്ങനെ പലതും അള്ളാഹുത്തിൽ ഏൽപ്പിക്കണതാണ്. എന്നതുപോലെ ചില നിയന്ത്രണങ്ങൾ ഔലിയാക്കൾക്കും കൊടുക്കും. അത് അള്ള കൊടുക്കണതാ. അള്ളാഹു തആല തെരഞ്ഞെടുക്കുന്ന ഔലിയാക്കൾക്ക് അങ്ങനെ കൊടുക്കും. അതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് പറഞ്ഞ ഈ ഫിത്തിനിയും ഫസാദും ഇങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ പ്രചരിക്കുന്ന ഒരു കാലമാണ്. അതിലൊന്ന് പെട്ടുപോയിട്ട് ഈമാൻ നഷ്ടപ്പെടുത്താതിരിക്കും. കഥ പറയാനുള്ളത്, നമ്മളെ പാരമ്പര്യത്തേക്ക് മടങ്ങുക. സ്വലാത്തും അദ്ദാദ് റാത്തീബും അതൊക്കെ നമ്മൾ പതിവാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. ഇരിക്കുന്നവർ പ്രയാസമല്ലെങ്കിൽ ഒന്ന് എണീറ്റ് സദസ്സിന്റെ മുന്നിലേക്ക് വരിക. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. ആ റോട്ടിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഈ സദസ്സിൽ ഒരു ആമീൻ പറയാം. ചിലപ്പോൾ നിങ്ങൾ ആമീൻ കൊണ്ട് പടച്ചോൻ സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങളും രക്ഷപ്പെട്ടല്ലോ. അപ്പൊ ആ നിൽക്കുന്ന ആൾക്കാർ ആരെയും നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റൂല. ആരെ കൽബ ശുദ്ധി എന്ന് പറയാൻ പറ്റൂല. ആരെ ദുആ പടച്ചോൻ സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റൂല. നമ്മൾ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഒന്ന് ദുആരക്കണം. നമ്മൾ ഈ പരിപാടിക്ക് സഹായിച്ചവർക്കൊന്ന് ദുആരക്കണം. നമുക്ക് വേണ്ടി ദുആരക്കണം. ഇൻഷാ അല്ലാഹ് ആ ആമീൽ പങ്കാളികളാൽ എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരും. എല്ലാവരും ഒന്ന് എടുത്തുനിന്ന് ഒന്ന് മുന്നിലേക്ക് വരും. ഇതില് അസ്മാഉൽ ഹുസ്ന ഉണ്ട് അല്ലേ, ബദരീങ്ങളെ പേരുണ്ട്. ബദരീങ്ങളെ പേരെന്ന് പറഞ്ഞാൽ വലിയ ബർക്കത്താ പോലെയില്ല, സംശയമൊന്നുമില്ല. പക്ഷെ അതൊക്കെ അതിൻ്റെ ആദരവോടെ നമ്മൾ സൂക്ഷിക്കണം എന്ന് മാത്രമാണ്. ബദരീ ഇതൊക്കെ ഇങ്ങനെ ഒരു ഫ്രെയിമൊക്കെ ചെയ്ത് പെരൻ്റെ കൊലയിൽ തൂക്കിയിട്ടിട്ട് ഉള്ളിലിരുന്ന് സിനിമയും കണ്ടിരുന്നാൽ ബദരീങ്ങളെ പെരക്ക് കാവൽ നിൽക്കുന്നു ആരും വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സൂക്ഷിക്കാളൊക്കെ സൂക്ഷിക്കണം. പക്ഷെ ഈ നാമത്തിന് വലിയ പവറാണ്, അത് ആദരിക്കുക. അപ്പം അത് ഇൻഷാ അല്ലാഹ് ഇതെല്ലാവർക്കും ഫ്രീ ആയിട്ടാ തരുന്നത്, കച്ചവടമൊന്നുമല്ല. ഇത് അടിക്കാനൊക്കെ ഒരു പൈസ, ഈ പരിപാടിക്കൊരു ചിലവുണ്ടാവുമല്ലോ.
അതിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട നല്ലൊരു തുക നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അത് നിങ്ങൾ കൊടുത്താൽ നാളെ തന്നെ, നാളെ സമാപനം, നാളെ വരുമ്പോൾ ഇൻഷാ അല്ലാ ഇതിപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിക്കോളി. ഇത് അവിടെയും ഇവിടെയും കൊണ്ടിട്ടിട്ട് ഇനി പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടുക്കളയിൽ മറ്റേ മല്ലിൻ്റെ ചോട്ടിലൊന്നും കൊണ്ടാക്കരുത്. നല്ല ആദരവുള്ള പേരാണ്, ആ സൂക്ഷ്മതയിൽ കൈകാര്യം ചെയ്യണം. അതേപോലെ മാതാപിതാക്കളുടെ ആരോഗ്യമുള്ള ആയുസ്സിനൊരു സഹോദരൻ ഒരു വാക്കർ നൽകിയിട്ടുണ്ട് നമ്മളെ SYS-ന്റെ സാന്ത്വന ഓഫീസിൽ. അൽഹംദുലില്ലാഹ്, നമ്മളെ SYS-ന്റെ സാന്ത്വന പ്രവർത്തകരൊന്നും അഭിനന്ദിച്ചാൽ മതിയാവില്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും കടന്നു നിന്ന് സംസാരിക്കാത്തത് ഈ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ അള്ളാഹ് അനുഗ്രഹിക്കണമെങ്കിൽ വേറെ പറയാം. ഈ നമ്മൾ ഈ കവളപ്പാറയിലും പുത്തുമലയിലൊക്കെ ദുരന്തം ഉണ്ടായപ്പോൾ സുബ്ഹാനല്ലാഹ് പോലീസുകാർ പറഞ്ഞതാ, ഇങ്ങനെ ഈ JCB കൊണ്ട് ഇങ്ങനെ കോരുമ്പോൾ ഓരോരുത്തരെ കയ്യും കാലൊക്കെ ഇങ്ങനെ അതിൻ്റെ കൊട്ടയിൽ കിട്ടുന്ന സമയത്ത്, പകച്ച് നിൽക്കുന്ന സമയത്ത് ആ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് ആദരവോടെ ബോഡിയെടുത്ത് സംസ്കരിക്കാൻ കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചവരാ നമ്മുടെ സാന്ത്വന വളണ്ടിയർമാർ. ഞാൻ എന്തിനത് പറഞ്ഞത്? നിങ്ങൾ അവരെ ഹിഫ്ദിനു വേണ്ടി ദ്വാരക്കണം. കോവിഡിന്റെ സാഹചര്യം നിങ്ങൾക്കറിയാം. എത്ര ഭയന്നു മനുഷ്യൻ. അന്യമതസ്ഥരുടെ മയ്യത്ത് പോലും അവരുടെ ആചാരപ്രകാരം നമ്മൾ മറവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പേടിച്ചു നിന്നപ്പോൾ മനുഷ്യർ അല്ലാഹ് ആദരിച്ചതല്ലേ. അവിടെ ജാതി നോക്കണോ മതം നോക്കണോ? എല്ലാവരും പേടിച്ച് മാസ്കും ഇട്ട് മാറി നിന്നപ്പോൾ പെണ്ണുങ്ങളും കുട്ടികളുമുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ് SYS-ന്റെ വളണ്ടിയർമാർ റബ്ബിൽ തവക്കുലാക്കി വന്ന് ആ മയ്യത്ത് അർഹിക്കുന്ന രീതിയിൽ മറവ് ചെയ്തത്. ഇവിടെയും ചെയ്തില്ലേ ഉസ്താദ്? ഇഷ്ടം പോലെ. അതിനൊക്കെ ജനങ്ങൾ തരുന്ന അംഗീകാരമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ യുവാക്കളോട് പറയുന്നു, നമുക്ക് ഇതൊക്കെയാണുള്ളത്. ഈ സംഘശക്തിയിൽ കണ്ണികളായി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് പ്രതിസന്ധിയിലാണ്. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ ചിലത് കൈയൊഴിഞ്ഞതാ. നല്ല വിശ്വാസം നമ്മളെടുത്ത് വേണം, തവക്കുൽ വേണം, ഹദ്ദാദ് റാത്തീബ് മുടങ്ങാതെ ചൊല്ലണം. അത് നമുക്കുള്ള പരിചയമാണ്. മഹാനായ താജുൽ ഉലമ ഒരു വഫാത്തായ മാസായത്, അവരെടുത്ത് പോയിട്ട് പാപ്പ എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ തരണമെന്ന് പറഞ്ഞാൽ താജുൽ ഉലമ പറയാറുള്ളത് എന്തറിയോ? ഈ ഹദ്ദാദ് മുടങ്ങാതെ ചൊല്ലിക്കോന്ന്. ഉമ്മമാരെ, അതൊരു കവചയാണ്, ഒരു പരിചയമാണ്. അത് നിങ്ങൾ പതിവാക്കണം. പണ്ട് കാലത്ത് ഗർഭിണികളായ പെണ്ണിന്റെ ചുറ്റുഭാഗത്തിരുന്ന് നഫീസത്തുമാല ചൊല്ലി പെണ്ണുങ്ങൾ പ്രസവിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് മാലകളെ പരിഹസിക്കുന്നവർ നാട്ടിൽ വന്ന് വലിയ മുസീബത്തല്ലേ.